18 വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ, ആ വികാരം. മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല അറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ, നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ്. രണ്ട്, ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ പല പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 25 വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചെ ടീ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട, സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ്. എൻ്റെ അഭിപ്രായമായിട്ട് തുടങ്ങിയതല്ല. പലരും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞു പല പ്രളയം, വൈറസ്, കോവിഡൊക്കെ സിനിമയായി. അതൊക്കെ നമ്മുടെ അനുഭവമാണ്, ജനങ്ങൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇതൊരു മെസ്സേജാണ്. ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെയ്തുകൂടെ എന്ന് ഉള്ള അഭിപ്രായം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വെറും മിനിഞ്ഞാന്നാണ് ഈ തീരുമാനം എടുത്തത്. അപ്പം ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ് പ്ലീസ്? ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ബ്ലെസ്സി പോസിറ്റീവാണ്. നമുക്ക് നോക്കാം, സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. നമ്മൾ അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ, അഭിനയില്ല. മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരാ സൂട്ടാവും?